അതിന് തുടർച്ചയായിട്ട് തന്നെ ഫ്ലൈ പാസ്റ്റും നടക്കും. അതോടുകൂടി നമ്മുടെ ഈ തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡുകൾക്ക് പരിസമാപ്തി ആകാൻ പോകുന്നു. ഇനിയുള്ളത് ശ്വാസത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിയന്ത്രണം ഒക്കെ ഉള്ള ആവശ്യമുള്ള ഈ മോട്ടോർ സൈക്കിളുകളിൽ ഉള്ള അഭ്യാസ പ്രകടനങ്ങളാണ്. എത്രത്തോളം ഭംഗിയായിട്ട് അത് നമ്മുടെ സേനാ വിഭാഗങ്ങൾ എത്ര സാഹസികമായിട്ടാണ് അത് ചെയ്യാൻ പോകുന്നത് എന്നത് കാണാം. പ്രശസ്തമായിട്ടുള്ള രീതിയിൽ കഴിഞ്ഞ വർഷങ്ങളിലെയൊക്കെ റിപ്പബ്ലിക് ദിന ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളതാണ് നമ്മുടെ സേനാ വിഭാഗങ്ങൾ. ആ സേനാ വിഭാഗങ്ങളുടെ സാഹസിക പ്രകടനങ്ങൾക്ക് കാത്തു നിൽക്കുകയാണ് ഇപ്പോൾ കർത്തവ്യപഥ്. ഒപ്പം ഫ്ലൈ പാസ്റ്റ്, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയാവുന്നത് ഫ്ലൈ പാസ്റ്റ് ആണ്. ഫ്ലൈ പാസ്റ്റ് അല്പസമയത്തിനകം നടക്കും. ഏറെ വലിയ സാഹസികത തിളുമ്പി നിൽക്കുന്ന ഒരു കാഴ്ചയ്ക്കായിരിക്കും നമ്മുടെ കർത്തവ്യപഥ് സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത്. ആയിരക്കണക്കിന് ആളുകളാണ് ഈ കർത്തവ്യപഥിൽ നമ്മുടെ ഈ റിപ്പബ്ലിക് ദിന പരേഡ് കാണാനായിട്ട് എത്തിയിരിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. അല്പസമയത്തിനകം ഈ സാഹസിക പരേഡുകൾ, സാഹസിക ഇനങ്ങൾ ഇവിടേക്ക് അവതരിപ്പിച്ചുകൊണ്ട് നമ്മുടെ വ്യത്യസ്ത സേനാ വിഭാഗങ്ങൾ, അർദ്ധസൈനിക വിഭാഗങ്ങളൊക്കെ എത്തുന്ന കാഴ്ചയായിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. മഞ്ഞ് ഇപ്പോഴും മാറിയിട്ടില്ല. ഡൽഹിയെ സംബന്ധിച്ച് നല്ല തണുപ്പുള്ള ഒരു കാലാവസ്ഥയാണ് ഉള്ളത്. ഈ പ്രതികൂല കാലാവസ്ഥയിലും നമ്മുടെ സേനാ വിഭാഗങ്ങൾ പുലർത്തുന്ന അവരുടെ ഒരു വിശ്വാസം, അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രത്യേകിച്ച് ഈ ഫ്ലൈ പാസ്റ്റിലൊക്കെ ഈ പ്രതികൂല കാലാവസ്ഥ ഇങ്ങനെ നിൽക്കുമ്പോൾ ഫ്ലൈ പാസ്റ്റിലെ വിവിധ ഫോർമേഷനുകൾ രൂപീകരിക്കുക എന്നുള്ളത് അത് വളരെ വെല്ലുവിളി നിറഞ്ഞൊരു കാര്യമാണ്. പക്ഷെ അതൊന്നും നിലവിലുള്ള സാഹചര്യത്തിൽ നമ്മുടെ റിപ്പബ്ലിക് ദിനത്തിനോട് അനുബന്ധിച്ചിട്ടുള്ള ഘട്ടത്തിൽ അതൊക്കെ അവഗണിച്ചുകൊണ്ട് അതിനെയൊക്കെ നേരിട്ടുകൊണ്ട് നമ്മുടെ സേനാ വിഭാഗങ്ങൾ അണിനിരക്കുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ കർത്തവ്യപഥിൽ കാണാൻ പറ്റുന്നത്. എത്രത്തോളം നമ്മുടെ സാംസ്കാരിക വൈവിധ്യം തുളുമ്പുന്നതാണ് നമ്മുടെ ഈ പരേഡുകൾ എന്ന് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമ്മുടെ പ്രതിരോധ മേഖലയിലെ കരുത്ത് എത്രത്തോളമാണ് എന്ന് വിളിച്ചറിയിച്ചുകൊണ്ടുള്ള വിവിധ സാഹസിക പ്രകടനങ്ങൾക്കാണ് കർത്തവ്യപഥ് സാക്ഷ്യം വഹിക്കാനായിട്ട് പോകുന്നത്. അല്പസമയത്തിനകം വിവിധ ഫോർമേഷനുകൾ ഫ്ലൈ പാസ്റ്റ് ആയിട്ടെത്തും. ഒപ്പം മോട്ടോർ സൈക്കിളിലുള്ള വിവിധ അഭ്യാസങ്ങളും കർത്തവ്യപഥിലേക്ക് എത്തുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ഈ വേദിയിൽ ഉള്ള കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും റിപ്പബ്ലിക് ദിനാഘോഷങ്ങളുടെ ഭാഗമായിട്ട് ക്ഷണിക്കപ്പെട്ടവരും അല്ലാതെ ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ കാണാനായിട്ട് എത്തിയവരും ഒക്കെയാണ് ഇതിന്റെ ഭാഗമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ളത്. നമുക്ക് ആ മോട്ടോർ സൈക്കിൾ അഭ്യാസ പ്രകടനങ്ങളെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. CRPF, BSF, ഒപ്പം സശക്ത സീമാ ബൽ SSB അവരുടെ അടക്കമുള്ള പ്രകടനങ്ങളാണ് കാണുന്നത്. അതിൽ വനിതാ ഉദ്യോഗസ്ഥരാണ് ഇത്തവണത്തെ ഈ പ്രകടനങ്ങളെല്ലാം നടത്തുന്നത് എന്നുള്ളതാണ് നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കും. എത്ര മനോഹരമായ രീതിയിൽ, എത്ര സാഹസികമായിട്ടുള്ള രീതിയിലാണ് അവർ ഇങ്ങോട്ട് ഈ കർത്തവ്യപഥിലൂടെ വന്നുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഏറ്റവും സാഹസികമാകുന്ന പ്രകടനങ്ങളുമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ അർദ്ധസൈനിക വിഭാഗങ്ങൾ, സേനാ വിഭാഗങ്ങൾ, അതിൻ്റെ വനിതാ അംഗങ്ങൾ അവർ കർത്തവ്യപഥിൽ തങ്ങളുടെ അഭ്യാസ പ്രകടനങ്ങൾ കാണിക്കുന്നത്. ഒരു മോട്ടോർ സൈക്കിളിൻ്റെ വിവിധ വശങ്ങളിൽ എത്രത്തോളം സാഹസികമായിട്ട് അവർ സഞ്ചരിക്കുന്നു, എത്ര ആത്മവിശ്വാസമുള്ളവരാണ് നമ്മുടെ വനിതാ സൈനികർ എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. നീണ്ട നാളത്തെ പരിശീലനം, ആ പരിശീലനം നൽകിയ ആത്മവിശ്വാസം, അതിൻ്റെയൊക്കെ പ്രകടനമാണ് ഈ സാഹസിക കായിക ഇനത്തിൽ പങ്കെടുക്കാനായിട്ട് അവർക്ക് അവസരം നൽകിയിരിക്കുന്നത്. വിവിധ സേനാ വിഭാഗങ്ങളുടെ ഒക്കെ സാഹസിക പ്രകടനമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിൽ CRPF ഉണ്ട്, BSF ഉണ്ട്, SSB ഉണ്ട്. അവരാണ് ഈ പ്രത്യേകിച്ച് ഇന്നത്തെ ഈ നാരി ശക്തി എന്ന സന്ദേശത്തിന് അടിവരയിട്ടുകൊണ്ട് ഈ സാഹസിക പ്രകടനങ്ങൾ കാഴ്ചവെക്കുന്നത്. രാഷ്ട്രപതി അടക്കമുള്ളവർ അഭിവാദ്യമർപ്പിക്കുന്നു ഈ പ്രകടനം നടത്തുന്നവർക്ക്. എല്ലാവരും കൈയടിച്ചുകൊണ്ട് ഈ അഭ്യാസങ്ങളെ എല്ലാം സ്വീകരിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. വളരെ മനോഹരമായിട്ട്, ഒരുപക്ഷെ ഏറെ സാഹസികമായി ഉള്ള അഭ്യാസ പ്രകടനങ്ങൾ ഇപ്പോൾ കടന്നു പോകുന്നത് SSBയുടെ അഭ്യാസ പ്രകടനങ്ങളാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാനായിട്ട് സാധിക്കുന്നത്. വിവിധ ഫോർമേഷനുകളാണ്
ആളുകളാണ്. അവർ കൂട്ടായി ഇതിൽ ഈ ഇതിൻ്റെ അഭ്യാസത്തിൻ്റെ ഭാഗമായിട്ട് സൃഷ്ടിച്ചിരിക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തോടെ അവർ മുന്നോട്ട് നീങ്ങുമ്പോൾ നമ്മുടെ സൈനിക മേഖലയിൽ വനിതാ കരുത്ത് എത്രത്തോളമാണ്, അല്ലെങ്കിൽ അർദ്ധസൈനിക വിഭാഗങ്ങളിലെ വനിതാ സേനാംഗങ്ങളുടെ കരുത്ത്, ആത്മവിശ്വാസം എത്രത്തോളമാണ് എന്നത് വ്യക്തമാക്കുന്നതാണ് ഈ ദൃശ്യങ്ങൾ. നമുക്ക് വലിയ ആത്മവിശ്വാസം നമ്മുടെ രാജ്യത്തിന് നൽകുന്ന ഒന്നാണ് ഈ വനിതാ അംഗങ്ങളുടെ ഈ അഭ്യാസ മുറകൾ. അല്പസമയത്തിനകം ഇതിന് സമാനമായിട്ട് തന്നെ ഫ്ലൈ പാസ്റ്റ് നടക്കാനായിട്ട് പോവുകയാണ്. വർണ്ണാഭമായിട്ടുള്ള ഈ റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾക്ക് ഏറ്റവും അവസാനമായിട്ട് സാഹസികമായിട്ടുള്ള വിഭവങ്ങൾ ഒരുക്കി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവർക്കും രാജ്യത്തിൻ്റെ പ്രൗഢിയും പാരമ്പര്യവും സൈന്യത്തിൻ്റെ ഒരു ആത്മവിശ്വാസവും ഒക്കെ ബോധ്യപ്പെടുത്തി നൽകുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ CRPFൻ്റെ പ്രകടനം കടന്നു പോകുന്നൊരു കാഴ്ചയെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നു. എത്ര സാഹസികമായിട്ടാണ് ആ വനിതാ അംഗങ്ങൾ അവരുടെ സാഹസിക പ്രകടനങ്ങൾ നടത്തുന്നത് എന്നാണ് ഒരുപക്ഷെ ഇത് ആലോചനകൾക്കും അപ്പുറത്തേക്കുള്ള ഒരു പ്രകടനം എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. ആ വിധത്തിലുള്ള ഒരു പ്രകടനമാണ് വനിതാ സേനാ അംഗങ്ങളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്.